തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF കേന്ദ്രങ്ങളിൽ പൊതുവെ ഒരു ആഹ്ലാദ തിമിർപ്പിലാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അമിത പ്രതീക്ഷയും അമിത ആഹ്ലാദവും ഒക്കെ കൂടിയാണ്. അത് ചിലപ്പോൾ തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് സംശയം. അതുകൊണ്ടും അവർക്ക് ദോഷമുണ്ടാകും. പക്ഷേ വളരെ നിശബ്ദമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന 2026 പിണറായി വിജയന്റെ ഭരണം ഇനി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി അണിയറയിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകകക്ഷിയായിട്ട് മാറുകയാണ് മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ നേട്ടമുണ്ടാക്കി, UDF മൊത്തത്തിൽ നേട്ടമുണ്ടാക്കി. അവർ പറയുന്നുണ്ട്, തെക്കൻ കേരളത്തിലേക്ക് വരെ ഞങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. ഈ തെക്കൻ കേരളത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പിൻബലത്തിൽ കൂടിയാണ്, അല്ലാതെ മുസ്ലിം ലീഗിന് മൊത്തത്തിൽ കിട്ടിയ വോട്ടൊന്നും അല്ലത്. ഇപ്പോൾ മലബാർ മേഖലയിലെ കോൺഗ്രസ്സുകാരുടെ വിജയം എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൂടിയാണ്. ഇപ്പൊ CPIയുടെ MLA എന്ന് പറഞ്ഞ CPIയുടെ മാത്രം വോട്ട് കൊണ്ട് വിജയിച്ചവരാണ്. MM മണി പറഞ്ഞതുപോലെ ഈ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിൽ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ അങ്ങ് മത്സരിച്ച് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. തെക്കൻ കേരളത്തിലല്ല, തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്തു തുടങ്ങിയത് ആരാണ്? ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇങ്ങനെ തൃശ്ശൂർ വരെയല്ലേ നിന്നിരുന്നുള്ളൂ. തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്ന ഒരു പാർട്ടി അല്ല ഈ മുസ്ലിം ലീഗ്. അവരിപ്പോൾ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. പക്ഷേ അതിനായിട്ട് UDF സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന്. അവർക്ക് എന്താണെന്നറിയാമോ? 3ാം വട്ടം പിണറായി വിജയൻ വരാതിരിക്കണം, UDF അധികാരത്തിൽ പ്രവേശിക്കണം. അതിനുവേണ്ടി ലീഗ് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ കലഹങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജോലിയാണ്. അത് നല്ലത് തന്നെയാണ്. കോൺഗ്രസ്സുകാരിൽ ആ കാര്യങ്ങളൊന്നും കൃത്യമായി ധരിപ്പിക്കത്തില്ല ആരും. ഇവിടെ കിടന്ന് തല്ലോടെ തല്ലായിരിക്കും അധികാരത്തിന് വേണ്ടിയിട്ട്. ലീഗ് എന്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കലഹം തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതാണ് പാണക്കാട് കുടുംബത്തിന് സോണിയാഗാന്ധിയുടെ വലിയ ബന്ധം തന്നെയാണുള്ളത്. പ്രിയങ്ക ഗാന്ധി വന്നാൽ ആദ്യം പോയി നമസ്കരിക്കുന്നത് സാദിഖ് അലി തങ്ങളുടെ അടുക്കലല്ലേ? കാരണം വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയിട്ടതെല്ലാം മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ആ ചെക്കനും പെങ്ങളും ഇന്ത്യൻ പാർലമെന്റ് കാണുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കടപ്പാട് അങ്ങോട്ടേക്ക് തന്നെയാണ്. അപ്പൊ അവർ പറയുന്നതൊക്കെ തന്നെ കേൾക്കുകയും ചെയ്യും. ഇത് ലീഗിന്റെ ഇപ്പോൾ ബാർഗെയിൻ ചെയ്യാതിരിക്കുന്നത് UDF അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ലീഗ് അവരുടെ ഗുണം കാണിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് വലിയ അപകടം പതിയിരിക്കുന്നത്. ലീഗ് വളരെ സമർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവിടുത്തെ വലിയ വിജയം ലീഗിന് അവകാശപ്പെട്ടതാണ്. ലീഗിന്റെ സമുന്നത നേതാക്കന്മാരെല്ലാം തന്നെ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ 40 ദിവസം അവിടെ താമസിച്ച് വീടുകൾ കയറി ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഷൗക്കത്ത് നിയമസഭയിലെത്തിയത് വൻ ഭൂരിപക്ഷത്തില്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വലിയ സന്ദേശമാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു UDF തരംഗമാണുള്ളത്, ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ലീഗ് പറയുന്നത്, ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ബാർഗെയിനിങ്ങിനും ഇല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 27 സീറ്റിൽ ചോദിച്ചിരുന്നു. പക്ഷെ മുൻപ് 24 സീറ്റിൽ മത്സരിച്ചിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 27 സീറ്റ് ആവശ്യപ്പെട്ടു. പിന്നീട് സമവായത്തിന്റെ ഭാഗമായിട്ടാണ് 25 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്.
അതിൽ 15 എണ്ണത്തിൽ അവർക്ക് വിജയം ഉണ്ടാവുകയും ചെയ്തു. ഇക്കുറി അവർ 25 സീറ്റിൽ മത്സരിക്കും. ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അവർ പറയുന്നുണ്ട്, ഇതിനകത്ത് ഞങ്ങൾ സീറ്റുകൾക്ക് ചിലത് വിട്ടു നൽകാൻ തയ്യാറാണ്, വെച്ചുമാറാനും തയ്യാറാണ്. ഇപ്പൊ ഗുരുവായൂർ സീറ്റ് തന്നെ കെ മുരളീധരന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ സീറ്റ് മുസ്ലിം ലീഗിൻ്റെതാണ്. മുരളീധരനും നോട്ടമുണ്ട്. തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഗുരുവായൂരിൽ മാത്രമാണ് BJP പിറകിലേട്ട് പോയത്. ഗുരുവായൂരിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ പാര വയ്ക്കില്ല എന്നറിയാം. മുസ്ലിം ലീഗിന്റെ വോട്ട് മുഴുവൻ അവിടെ കിട്ടുമെന്നും കൃത്യമായിട്ട് മുരളീധരൻ അറിയാം. അതുപോലെ തന്നെ കൊച്ചിയും കളമശ്ശേരിയും തമ്മിൽ കോൺഗ്രസ് ലീഗും തമ്മിൽ വെച്ചുമാറാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനി LDFിൽ നിന്ന് ഘടകകക്ഷിയായ കേരള കോൺഗ്രസും മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാനായിട്ട് അനവരതം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ജോസ് കെ മാണിയോടെ മുമ്പോട്ട് വെച്ച വ്യവസ്ഥ എന്തായിരുന്നു? കാരണം പാലയിലെ കാപ്പൻ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് കടുത്തുരുത്തി നിർത്താന്ന് വെച്ചാൽ കടുത്തുരുത്തി ജോസഫിന്റെ വിഭാഗത്തിൻ്റെതാണ്. അവിടെ മോൻസ് മാറി കൊടുക്കത്തുമില്ല. ഇത് രണ്ടുമാണ് ജോസ് കെ മാണിയുടെ നോട്ടമുണ്ടായിരുന്നത്. തിരുവമ്പാടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ കൈവശം ഇരിക്കുന്നതാണ് തിരുവമ്പാടി. എന്തുകൊണ്ടാണ് ലീഗ് അത്രത്തോളം താഴേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ 26 അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പൊ കാണുന്ന തരത്തിലുള്ള ഈ ചെറിയ വിജയമൊന്നും കണ്ട് ആഹ്ലാദിച്ച് അധികാരത്തോടടുത്തു എന്ന് കരുതണ്ട. അതിന് ഇനി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. മുന്നണി വിപുലീകരണം വേണം. ഇപ്പൊ CK ജാനുവിനെയും PV അൻവറിനെയും ഇവിടെ എത്തിച്ചില്ലേ? ഞങ്ങൾ അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും CK ജാനുവിനെ എത്രത്തോളം വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അൻവറിന് നിലമ്പൂരും മലപ്പുറം ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ചൊരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. അൻവറിന് ബേപ്പൂരിൽ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. ഇനി ബേപ്പൂരിൽ നിന്ന് സീറ്റ് കൊടുത്ത് അവിടെ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മരുമകൻ റിയാസിനെ ആയിരിക്കും തോൽപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ മരുമകൻ റിയാസിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമല്ലേ? റിയാസിനെ തോൽപ്പിച്ചെത്തുന്ന PV അൻവറിന് മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ ഭരണത്തിൽ കയറുമ്പോൾ ലീഗ് കളി മാറും. അവിടെ ലീഗ് ബാർഗെയിനിങ് നടത്തും. ഉപമുഖ്യമന്ത്രി പദം ഉറപ്പാണ്. അത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. കാരണം ലീഗ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ നോട്ടമിട്ടിട്ടുണ്ട്. അപ്പോൾ 26 അധികാരത്തിൽ വരുമ്പോൾ ഉപമുഖ്യമന്ത്രി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും. കൊടുത്തിരിക്കും കോൺഗ്രസ്. 5 മന്ത്രി അല്ല, 6-ാം മന്ത്രിയിലേക്ക് കാര്യങ്ങൾ മാറും. പിന്നെ ഇവർക്ക് മലപ്പുറം കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികളുണ്ട്. പുതിയ ജില്ല, അതുപോലെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം അടുത്ത 5 വർഷം കൊണ്ട് അവർ നേടിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, അർഹതയുണ്ടെങ്കിലും കൂടുതൽ സീറ്റുകൾക്കായി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തില്ല. മുന്നണി വിപുലീകരിക്കുന്നതിൽ ഞങ്ങൾ അധ്വാനിക്കും. കൂടുതൽ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നതിലും ഒക്കെ തന്നെ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നാണ് ലീഗ് മുമ്പോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.